ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ അതാ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ 4 വിഭവങ്ങളാണിത്. മത്തി മുളക് ഇട്ടതും കപ്പ വെളുത്തിയതും പയർ തോരനും അതുപോലെ തന്നെ മീൻ വറുത്തതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മത്തി മുളക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മത്തി മുളക് ഇട്ടത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. മത്തിന്ന് ചാളാന്നൊക്കെ പറയും കേട്ടോ. അതേ ചെറുതരം ചാളയാണ് കേട്ടോ. കണ്ടോ, ചെറുതരം നെയ്ച്ചാളയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കുഞ്ഞ് സവാള, 2 തക്കാളി, 3 പച്ചമുളക്, 2.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ നല്ലോണം ഒന്ന് പൊട്ടി തന്നെ. അപ്പോൾ അത് ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് സവാള, തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് തുറന്ന് വിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞു വന്നം, എന്നാലാണ്ട് കറിക്ക് കൊഴുപ്പുണ്ടാവുള്ളൂ. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളി സാധനങ്ങൾ വേണ്ട സമയം കൊണ്ട് ഇത് അപ്പുറത്തെ ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് മീൻ വറുക്കാനുള്ളതിടാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മീൻ വറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. അയലയും ചാളയാണ് കേട്ടോ വറുക്കാനുള്ളത്. ആ കറി വയ്ക്കാനെടുത്ത ചാളയിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാനും എടുക്കണം കേട്ടോ. അപ്പോൾ അതാ മീൻ വറുക്കാനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ കിടന്നു നല്ലോണം ഒന്ന് ഉണങ്ങി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഉള്ളി വെട്ടാൻ വെച്ചത് എന്താണെന്ന് നോക്കാം. തക്കാളിക്ക് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2.5 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ മുളക് പൊടിക്ക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളത്തോടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 പുളിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുടംപുളി ഇട്ട് കൊടുക്കാം. 3 കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ചുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാണ് മീൻ ഇട്ട് കൊടുക്കാം. നല്ല ലെവലാക്കിയിടട്ടെ. ചാറിൽ നല്ലോണം മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ലെവലാക്കിയിട്ടിട്ട് നമുക്കത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മീൻ ഇവിടെ മറിച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് കാണാം കേട്ടോ. മീൻ മൊത്തം ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ. അതാ മീൻ കുറച്ചാട്ടോ മറിച്ചിട്ട് കൊടുത്തോളൂ, ബാക്കിയൊക്കെ ഉണങ്ങി വന്നേയുള്ളൂ കേട്ടോ. അതാ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പയ്യെ മീൻ ഉടയാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് ഓഫായി കൊടുക്കാം. അതാ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അതാ മീൻ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അതാ മത്തിമുളക് ഇട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. മീൻകറി നമുക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പയർ തോരൻ വയ്ക്കാം കേട്ടോ. മീൻകറി മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ പയർ തോരൻ വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്താണെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്താണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചെടുക്കാം കേട്ടോ. അതാ മീൻ ഇവിടെ വറുത്ത് കോരി എടുത്താണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി കപ്പ അടുപ്പത്ത് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്താണ്ട് കേട്ടോ. ഇച്ചിരി കപ്പയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിന് മീൻ കറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളമൂടി ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. അതാ കപ്പ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേവട്ടെ. പയർ ഇവിടെ എന്തായി നോക്കാം കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം. പയർ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് പയർ വേവിക്കണേ. ചെറിയ ഫ്ലെയിമിലിട്ട്
അടച്ചു വെച്ച് കൊടുത്താൽ ചിലപ്പോൾ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. അതിൻ്റെ തന്നെ വേർത്ത് വെള്ളം ഇറങ്ങും. മൂടി വെച്ച് കഴിയുമ്പോൾ അത് വേർത്ത് വെള്ളം ഇറങ്ങും. ആ വെള്ളമുള്ളൂ, അല്ലാണ്ട് വേറെ വെള്ളം സെപ്പറേറ്റ് ഒഴിച്ച് കൊടുക്കണ്ട. വെന്തല്ല കേട്ടോ. നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. പയറിവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഓഫായി കൊടുക്കാം കേട്ടോ. പയറിവിടെ ഒന്നും നമുക്ക് ഓഫായി കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. ഈ കപ്പ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഇനി അത് വെന്ത് വന്നിട്ട് ഒലത്താം നമുക്ക്. ഉള്ളിയും ജസ്റ്റ് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തൊന്ന് താളിച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. മീൻകറി ഉണ്ടല്ലോ, പിന്നെ അരപ്പൊന്നും ചേർക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് താളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ കപ്പ ഇവിടെ വെന്ത് വന്നാണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നാണ്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചാൽ കപ്പയോട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഉടച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കപ്പ ഇവിടെ നല്ലോണം ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുള്ളൂ. മീൻ കറിയുടെ ഒപ്പം കഴിക്കാനുള്ള ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ മീൻ കറി ഇവിടെ ഇരിക്കുന്നുണ്ട്, ശരിയായി സെറ്റായിരിക്കുന്നുണ്ട്. അതാ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ പയറ് തോരനും ഇവിടെ ആയിട്ടുണ്ട്. ഇതാ കപ്പ, പിന്നെന്താ മീൻ വറുത്തത്. ഇനിയിപ്പോൾ എൻ്റെ പച്ചാറും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഊണ് കഴിക്കാൻ നേരത്ത് കാണാം കേട്ടോ. അപ്പോൾ അതാ നെല്ലിക്ക ഉപ്പിലിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ. ഒരു വെറൈറ്റി മോഡൽ നെല്ലിക്ക ഉപ്പിലിട്ടാണ് കേട്ടോ. അതാ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഓടിപ്പോയി കുളിച്ചു. പിന്നെ ചോറിനാനുള്ള ഇത് നോക്കി കേട്ടോ. അപ്പോൾ അതാ ഷോർട്സിനുള്ള വീഡിയോസ് എടുക്കണതാണ് കേട്ടോ. അതാ പയർ തോരനും മീൻ കറിയും കപ്പ ഒലത്തിയതും മീൻ വറുത്തതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറികൾ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടോ നിങ്ങൾ വീഡിയോസ് കാണാൻ. എന്നാലാണ്ട് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.